കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞതാണ് സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് കളക്ടർ വിശദീകരണം തേടും. അതേസമയം ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി ഉടൻ അപകട സ്ഥലം സന്ദർശിക്കും. ഇന്നലെ വൈകിട്ടോടെയാണ് കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഇതോടെ സർവീസ് റോഡ് തകർന്നു. മൈലക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തു. അപകട സമയത്ത് സർവീസ് റോഡിൽ സ്കൂൾ വാഹനം അടക്കമുണ്ടായിരുന്നു. വാഹനങ്ങളിലുണ്ടായിരുന്നവർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപാകതയുണ്ടെന്ന് നിർമ്മാണ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസിനെ അറിയിച്ചിരുന്നതായും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞതാണ് സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്നാണ് യോഗം ചേരുന്നത്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും കളക്ടർ വിശദീകരണവും തേടും. അതേസമയം ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി അപകട സ്ഥലം ഉടൻ തന്നെ സന്ദർശിക്കാനാണ് സാധ്യത. ഇന്നലെ വൈകിട്ടോടെയാണ് കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞു വീണത്. ഇതോടെ സർവീസ് റോഡും തകർന്നു. മൈലക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തു. അപകട സമയത്ത് സർവീസ് റോഡിൽ സ്കൂൾ വാൻ അടക്കം ഉണ്ടായിരുന്നു. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപാകതയുണ്ടെന്ന് നിർമ്മാണ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷനെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്.